കൊളാജിൻ്റെ പ്രവർത്തനം കുറയും. നമ്മുടെ ശരീരത്തിലെ ഈസ്ട്രജൻ കുറഞ്ഞു കഴിയുമ്പോൾ ഇതെല്ലാം നമ്മുടെ സ്കിന്നിനെ ഏജ് കൂടുതൽ തോന്നിക്കാനായിട്ടും നമ്മുടെ സ്കിന്ന് ഒരുപാട് ഡള്ളായിട്ട് കാണാനും ഇത് നമുക്ക് സാധിക്കും. അപ്പം നാച്ചുറലായിട്ടൊരു കൊളാജിൻ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് ഞാനിന്നിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഹായ് ഹലോ, കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. പിന്നെ ഞാൻ കൊണ്ടുവരുന്ന ടോപ്പിക്ക് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത്. ഞാനിത് ആദ്യം പറയുന്നത് നിങ്ങൾ മറന്നു പോകുന്നുള്ളത് കൊണ്ടാണ്, ഒന്നും ഓർക്കരുത് പ്ലീസ്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്, നമുക്ക് ശരിക്കും എത്ര പേർക്ക് ഇതറിയാലോ, എത്ര പേര് ഇത് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടൊരു കാര്യമാണ് നമ്മുടെ ഫേസിൽ നമുക്ക് കൊളാജിനൊന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയൊരു പായ്ക്കാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ അകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ വെളുത്തുള്ളി, ഗാർലിക് എന്ന് പറയുന്നത്. ശരിക്കും വെളുത്തുള്ളി ഉള്ളിലോട്ട് കഴിക്കുന്നതും ഏറ്റവും ബെസ്റ്റാണ്. നമ്മുടെ ഒരു ഡീറ്റോക്സ് ഡ്രിങ്ക് ആയിട്ടൊക്കെ നമുക്ക് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനൊക്കെ അതൊക്കെ വളരെ ഉപകാരപ്രദം. ഇന്ന് ഞാൻ പറയുന്നത് നമുക്ക് ഫേസിലിടാനായിട്ട് ഉള്ള കാര്യമാണ്. ഈ ഗാർലിക്കിലാണെങ്കിലും ഒരുപാട് ഫൈബർ അടങ്ങിയത് കൊണ്ടും അസിലിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് നമ്മുടെ നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആകാനും ലൈറ്റൻ ആകാനും വൈറ്റനിങ് ആകാനും നമ്മുടെ റിങ്കിൾസൊക്കെ കുറയാനും ഡാർക്ക് സ്പോട്ടൊക്കെ മാറാനും ഏറ്റവും ബെസ്റ്റാണ്. അപ്പം ഇതിന് പിന്നെ നമുക്കൊരു ആൻറ്റി ഏജിങ് പാക്കെന്നും കൂടെ വേണേൽ പറയാം. കാരണം നമുക്ക് കൊളാജിനാണ് കിട്ടുന്നത്. നമുക്ക് പ്രായമാകും തോറും നമ്മുടെ കൊളാജിൻ നഷ്ടപ്പെടുക. അപ്പോൾ ഇത് നല്ലൊരു ആൻറ്റി ഏജിങ് പാക്കും കൂടെ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. നമുക്ക് ആദ്യം വേണ്ടത് വെളുത്തുള്ളി തന്നെയാണ്. ഇത് 2 സെക്ഷനായിട്ട് നമുക്ക് ഉണ്ടാക്കാം. 2 രീതിയിലുണ്ടാക്കി നമുക്ക് ഫേസിലായിട്ട് ഇടാം. ഒന്നാമത്തെ രീതിയിലാണ് ഞാൻ പറയുന്നത്, നമുക്കൊരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് അതിനെ ഒരു 3/4 ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് വേവിച്ച് എടുക്കണം വെളുത്തുള്ളി. എന്നിട്ട് വെളുത്തുള്ളി ആ വെള്ളത്തിൽ അത് വെന്ത് പറ്റി വരുമ്പോഴത്തേനും തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയിൽ അരച്ചെടുക്കാം. അരച്ച് നല്ല തിക്കായ ഒരു പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. അതെന്തിനാന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ അകത്ത് ഇനി വേണ്ടിയത്, നമ്മളിപ്പോൾ അരച്ച് തിക്കായി വെളുത്തുള്ളിയുടെ പേസ്റ്റ് എടുത്തല്ലോ, അതിൻ്റെ അകത്ത് വേണ്ടിയത് നമുക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൗഡർ നമുക്ക് വെള്ളത്തിൽ കലക്കി കുറുക്കിയെടുക്കാം. മനസ്സിലായോ? കുറുക്കിയെടുത്തിട്ട് നമുക്ക് ഈ ഗാർലിക്കിൻ്റെ ഇതിലോട്ട് പേസ്റ്റിൻ്റെ അകത്തോട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഇപ്പം നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചാലൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്ത് ഒന്നും കൂടെ ഒന്ന് കുറുക്കി വെന്ത് എടുക്കണം. അത് ഒത്തിരി കുറുക്കി ടൈറ്റായിട്ട് പോകല്, ചെറിയതായിട്ടൊന്ന് ലൂസാക്കി എടുക്കുകയും വേണം. അപ്പം ഈ കോൺഫ്ലവർ എന്ന് പറയുന്നത് ശരിക്കും ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ചാണ്. വൈറ്റമിൻ ഇ ഉണ്ട്. ഇതെല്ലാം അപ്പം തന്നെ നമുക്കറിയാം, നമുക്കൊരു ആൻറ്റി ഏജിങ് ഇതായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു സാധനം തന്നെയാണ് കോൺഫ്ലവറിൻ്റെ പൗഡർ എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ സ്കിന്നിന് വന്ന് റിങ്കിൾസൊക്കെ മാറാനായിട്ടും ഈ ഡാർക്ക് സ്പോട്ടൊക്കെ മാറാനായിട്ടും ഏറ്റവും ബെസ്റ്റാണ് കോൺഫ്ലവറിൻ്റെ പൗഡർ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ അതൊരു ചെറിയ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കുക. മനസ്സിലായോ? എന്നിട്ട് നമുക്ക് ഈ നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയുടെ പേസ്റ്റിൻ്റെ അകത്തോട്ട് ഒഴിച്ചിട്ട് നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. മനസ്സിലായോ? വെള്ളം തിളപ്പിക്കാൻ ചൂടുവെള്ളം വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇത് ഇറക്കി വെച്ചിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് ഒത്തിരി കുറുകാതെ ലിക്വിഡ് പരുവത്തിൽ നമുക്ക് എടുത്തിട്ട് നമുക്കതിനകത്തോട്ട് എന്ത് ചേർക്കണം? തണുത്തതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് 1 ടീസ്പൂൺ ഗ്ലിസറിനും കൂടെ ചേർത്തിട്ട്, ഗ്ലിസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ ഒന്ന് നല്ല മോയ്സ്ചറൈസർ തരാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് ഗ്ലിസറിൻ.
ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഡെയിലി നമ്മുടെ ഇപ്പോൾ മുഖത്തൊരു ഫേസ് പാക്കായിട്ട് നമുക്കിട്ടിട്ട് വാഷ് ചെയ്ത് കളയാം. ഒരു വീക്കിലി 2-3 ടൈംസ് ഇട്ടാലും നമുക്ക് ഒരു ദ്രോഹവും ഇല്ല, നമുക്ക് നല്ലതേ വരുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും നല്ലതാണ് ഗാർലിക് എന്ന് പറയുന്നത്. നമുക്ക് ആരും അങ്ങനെ നമ്മൾ പറഞ്ഞ് ഇടാത്തത് കൊണ്ടാണ്. ഒരുപാട് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മുടെ വെളുത്തുള്ളി എന്ന് പറയുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഇത് ഞാൻ ഒരു മെത്തേഡ് നിങ്ങളോട് പറഞ്ഞു. ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയത് ഇതുപോലെ പേസ്റ്റാക്കിയില്ലേ, നമ്മൾ വേവിച്ച് പേസ്റ്റാക്കി വെച്ച പേസ്റ്റിൻ്റെ അകത്തോട്ട് 1 ടീസ്പൂൺ നമുക്ക് മിൽക്ക് ഒഴിക്കാം. അസിലിക് ആസിഡും ലാക്റ്റിക് ആസിഡും കൂടെ ചേരുമ്പോൾ തന്നെ നമുക്കൊരു ബ്ലീച്ചിങ് എഫക്റ്റ് നമ്മുടെ ഫേസിന് കിട്ടുകയും ചെയ്യും. ശരിക്കും നമ്മുടെ സ്കിന്നിനെ ഒന്ന് ലൈറ്റിനും ബ്രൈറ്റിനും ആക്കി നമ്മുടെ റിങ്കിൾസൊക്കെ മാറാനായിട്ട് ഏറ്റവും നല്ല നമുക്ക് സഹകരിക്കും. അപ്പം ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഈ പേസ്റ്റിൻ്റെ അകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ കാച്ചാത്ത പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ അകത്തോട്ട് അലോവേര ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് മൂന്നും കൂടെ ശരിക്കും മിക്സാക്കിയിട്ട് ഇത് നമ്മൾ വീക്കിലി 2-3 ടൈംസ് പായ്ക്കായിട്ട് ഈ 2 മെത്തേഡിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താലും ശരിക്കും ഒരു 4 ഡേയ്സ് ആകുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് ഒരു മിറക്കിൾ റിസൾട്ട് കിട്ടും. ഇത് ഞാൻ പറയുന്നത് ഇത് നമ്മൾ എല്ലാ ആഴ്ചയിലും മറ്റെല്ലാ പായ്ക്കുകളും ഇടുന്നതിനൊപ്പം ഒരു 2 ദിവസം നമുക്ക് ഈ പായ്ക്ക് ഇടാൻ വേണ്ടി എല്ലാ ആഴ്ചയിലും ഇത് മാറ്റി വെക്കണം. കാരണം ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് നമ്മുടെ കൊളാജിൻ നമുക്ക് ബൂസ്റ്റ് ചെയ്യാനായിട്ടും അതിനെ ഒന്ന് കൊളാജിൻ്റെ ഇത് നമുക്ക് കിട്ടത്തക്ക രീതിയിലാണിത് ഈ വെളുത്തുള്ളിയുടെ ഉപയോഗം. മനസ്സിലായോ? അപ്പം നമ്മൾ എല്ലാ വീക്കിലും 2 ഡേയ്സ് ഇതിനായിട്ട് നമ്മൾ ബാക്കി എല്ലാ ക്രീം ഇടുന്നതിന് ഒപ്പം തന്നെ വീക്കിലി 2 ടൈംസ് അല്ലെങ്കിൽ 3 ടൈംസ് നമുക്ക് ഇനി 3 ടൈംസ് ഇടാൻ പറ്റാത്തവർ 2 ടൈംസ് എങ്കിലും നിങ്ങൾ ഇത് ഇട്ടിരിക്കണം. ഇതിന് അലോവേരയുടെ കാര്യം അറിയാമല്ലോ, ഗ്ലിസറിൻ അറിയാം. അതൊരു മെത്തേഡ്. മിൽക്ക് അതാ പറഞ്ഞ മിൽക്കിൻ്റെ അകത്ത് ലാക്റ്റിക് ആസിഡും നമ്മുടെ വെളുത്തുള്ളിക്കകത്ത് അസിലിക് ആസിഡും കൂടെ യോജിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിനെ ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടുകയും നമ്മുടെ സ്കിന്നൊന്ന് ലൈറ്റനാകാനും ബ്രൈറ്റനാകാനും ഏറ്റവും ബെസ്റ്റാണ്. മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞ മെത്തേഡ് നിങ്ങളൊന്ന് കേട്ട് നോക്കുക, എന്നിട്ട് അതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ കമൻസിലൂടെ അറിയിക്കുക. ഓക്കെ. ഇനി ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.